നമ്മുടെ സ്വപ്നം, കേരളത്തിന്റെ സ്വപ്നം, കേരളത്തിന്റെ ആഗ്രഹം, കേരളത്തിന്റെ മോഹം, അതൊക്കെ നമ്മുടെ സ്വാർത്ഥതയുടെ പുറത്ത് നമ്മൾ മാത്രം ഉയർത്തിക്കാട്ടുന്ന ഒരു അവകാശമാണ്. പക്ഷെ 2-ൽ നിന്ന് തുടങ്ങി 8-ലും 80-ലും എത്തി 282-ലും വന്ന് 303-ലും 333-ലും എത്തി ഒരുപക്ഷെ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെയും നരേന്ദ്രമോദിജിയുടെയും ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കേരളത്തിൽ ഇങ്ങനൊരു തുടക്കം കുറിക്കുക എന്നുള്ളത്. ആ തുടക്കം കുറിക്കുന്നതിനുള്ള ഐശ്വര്യം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നതും ഈ മണ്ണിൽ, ആ മണ്ണിൽ നമ്മൾ ചേർത്ത് വച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തന ക്ഷേത്രവും. ഞാൻ ഇത് നല്ല കലശലായ ജലദോഷവും ചുമയും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘദൂരം സംസാരിക്കുന്നില്ല. ആവേശം പിടിപ്പിക്കാനുള്ള എനർജിയുണ്ട്, പക്ഷെ അത് പുറത്ത് വരുന്നില്ല. മാത്രവുമല്ല, ഒരു വല്ലാത്ത കലാശക്കൂട്ടിനുള്ള ഒരു തിരിയാണ് സുരേന്ദ്രനോട് തെളിയിച്ചങ്ങോട്ട് വിട്ടത്. അപ്പൊ അതിന്റെ ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ട് അതിൽ കടിച്ചു തൂങ്ങി ഞാൻ പൊട്ടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഗർഭം കലക്കികളായിരിക്കും ഇവിടെ പൊട്ടത്. അതുകൊണ്ടൊന്നും പറയുന്നു. ബഹുമാനീയനായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ സമാന മതവിചാര ചിന്താഗതിയുള്ള പടയാളികൾക്കും നല്ല വയറ് നിറച്ച് സുരേന്ദ്രൻ കൊടുത്തിട്ടുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നു പൂർണ്ണമായി. അതിനോട് യോജിക്കുന്ന ഒരു സമൂഹം കേരളത്തിലും അവർക്ക് ഭാരതത്തിലെ അതുപോലെയുള്ള സമാനമായ ചിന്താഗതിയുള്ള വിശ്വാസികൾക്കുമെല്ലാം കേരളത്തിലെ ആ ചിന്താഗതിക്കാർ സനാതന ധർമ്മത്തിന് വമ്പിച്ച പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഇതിനുള്ള മറുപടി കൊടുത്തോളും. 26-നെ കുറിച്ച് ആർക്കും ആശങ്കയൊന്നും വേണ്ട. ഇവിടെ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് ഞാൻ പറയും, ഇത് തൃശ്ശൂരിങ്ങെടുക്കുക എന്ന് പറഞ്ഞതിന് ഒരു വലിയ അനുഗ്രഹമായി ഈ ക്ഷേത്രം നമ്മളെ സഹായിച്ചെങ്കിൽ, അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിന് മുമ്പ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും എടുത്ത് വാരി കൂട്ടുന്നതിനുള്ള അനുഗ്രഹം കൂടി ഈ ദേഹത്തിൽ നിന്നുണ്ടാകും. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എല്ലാത്തിനും ഒരു ദൈവികത ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മളൊക്കെ കണക്ക് കൂട്ടുന്നതിനപ്പുറം വലിയ നിശ്ചയങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിവാഹത്തിന്റെ കാര്യത്തിൽ പറയുന്നത് പോലെ മാരേജസ് ആർ ഡിസൈഡഡ് ഇൻ ഹെവൻ ആൻഡ് സോ ഈസ് സക്സസ്. വിജയങ്ങളെല്ലാം അവിടെ കുറിച്ച് വെച്ചിരിക്കും. ആ വിജയങ്ങളെല്ലാം സംഭവിക്കും. കാലതാമസം ഉണ്ടാവും. 1-ലും തോറ്റ്, 2-ലും തോറ്റ്, 3-ൽ തോൽപ്പിക്കാൻ വന്ന ഒരു ചരിത്രം ഈ ക്ഷേത്രത്തിന് കുറിക്കാനായെങ്കിൽ അതിനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതോടെ പിന്നെ പൂരം ഉണ്ടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ കിരീടം ഉണ്ടാക്കിയിട്ടാണ്, ഗോപിയാശാനെ ഉണ്ടാക്കിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് അവർക്ക് ആകപ്പാടെ പകർച്ചയായിരുന്നു. ജനങ്ങൾ ഇത് വിജയമായി കണ്ടു. ഇത് വിജയമല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ പട്ടിണി പാവങ്ങളുടെ ചോരപ്പണം തുരന്നെടുത്തുകൊണ്ട് പോയവന്മാരെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂരിലെ ജനങ്ങൾ വഴി കേരളത്തിലെ ജനത ശിക്ഷിച്ചിരുന്നത്. അതിനെയും തുടരും. നിങ്ങൾ ഈ പൂരവും കിരീടവും ഗോപിയാശാനും ഒന്നും സംസാരിക്കാതെ കരിവന്നൂര് മാത്രം സംസാരിക്കും. കരിവന്നൂരിന് മാത്രം നിങ്ങൾ ആ പാവങ്ങൾക്ക് ഉത്തരം നൽകാൻ, സാന്ത്വനം നൽകാൻ നിങ്ങൾ ശ്രമിക്കും എന്ന് ഞാൻ പറയുമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സാന്ത്വനം അവർക്ക് ഏകാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെ കൊണ്ടത് ചെയ്യാൻ സാധിക്കരുത്. കൂടുതലൊന്നും പറയുന്നില്ല. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായാലും തൃശ്ശൂർ ജില്ല ഇന്ന് കേരളത്തിലെ മുഴുവൻ സമ്മതിദായകർക്കും വിവിധ മണ്ഡലങ്ങളിൽ, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനായാലും ഒരു ആവേശമാണ്, ഒരു സന്ദേശമായിട്ട് അവരത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന നല്ല ശുദ്ധമായ ആത്മാർത്ഥമായ പണിയെടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ശീതീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
ചൂട് കാലത്ത് കയറി നമുക്ക് ഇരുന്ന് സുഖിക്കാനുള്ളതല്ല എന്ന് പറയുന്ന വലിയ സന്ദേശം കൂടിയുണ്ട്. നല്ലതുപോലെ തൃശ്ശൂരിന് വേണ്ടി എങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൊരുതിയോ അതിന്റെ ഒരു 10 ഇരട്ടി എഫേർട്ട് നമ്മൾ പുഷ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ഉണ്ടാകും. ആത്മാർത്ഥമായ പ്രയത്നം ഉണ്ടാക്കുന്നതിന് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും പോസിറ്റീവ് റിസൾട്ട്സ് മാത്രം നമുക്ക് കൊയ്തെടുക്കുവാനുമുള്ള മനസ്ഥിതി, ക്ലാരിറ്റി ഓഫ് മൈൻഡ്, അത് ഈ ഗൃഹത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അനീഷും സുരേന്ദ്രനും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആവേശമായി ഒരു കയ്യടിയിൽ അവസാനിപ്പിച്ച് തീർത്ത് കളയരുത്. ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇട്ടുകൊണ്ട് പോകണോ ഇടാതെ പോകണോ എന്നൊക്കെ ഉള്ളത് അവരവരുടെ കാര്യങ്ങളിൽ അങ്ങ് തീരുമാനിച്ചാൽ മതി. നമ്മുടെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടതില്ല, അത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് മാത്രം അറിയിച്ചിരിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥന മാത്രം മനസ്സിൽ കരുതി വെച്ചുകൊണ്ട് നല്ല വന്ദേമാതരം വളരെ മനോഹരമായിട്ടാണ്. സദാനന്ദ മാസ്റ്ററുടെ മകളാണ്. വളരെ മനോഹരമായിട്ടാണ്, നല്ല ഐശ്വര്യപൂർണമായ തുടക്കമായിരുന്നു. അതങ്ങനെ തുടരട്ടെ, അലയടിച്ച് തുടരട്ടെ. നന്ദി, നമസ്കാരം.